ഹായ് എവരിവൺ, എല്ലാ സഞ്ചാരപ്രിയർക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഫെബ്രുവരി 27 അന്നാണ് ഒരു പർദീസയിൽ നിന്ന് മറ്റു പർദീസയിലേക്കുള്ള ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യ യാത്ര ആരംഭിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ ഇടയ്ക്കിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് കാശ്മീരിൽ പോയി മഞ്ഞ് കാണുന്നത്? തലയ്ക്ക് വല്ല വട്ടുണ്ടോ എന്ന് ചോദിച്ചവരോട് ആ വട്ടിന്റെ പേരാണ് യാത്രയോടുള്ള പ്രണയം. സൂറിച്ച് എയർപോർട്ടിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ദോഹയിൽ ഇറങ്ങി വിമാനം മാറിക്കേറി. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഞങ്ങളുടെ യാത്ര. ഫെബ്രുവരി 28 അതിരാവിലെ ഡൽഹിയിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഒന്ന് ഫ്രഷായ ശേഷം സമയം കളയാതെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ജമ്മുവിലേക്ക് കാറിൽ യാത്ര ആരംഭിച്ചു. താഴ്ന്നു കിടക്കുന്ന ഡൽഹി നഗരത്തിൽ നിന്ന് കുന്നിൻ പ്രദേശങ്ങൾ കയറിയുള്ള യാത്രയിൽ നീണ്ട ഹൈവേകൾ, പർവ്വത ദൃശ്യങ്ങൾ, പഞ്ചാബിന്റെ കാർഷിക ഭൂമികൾ എന്നിവയിലൂടെ ആ യാത്ര നീണ്ടു. യാത്ര തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ മഴയും ഞങ്ങൾക്കൊപ്പം കൂടി. ഡൽഹിയിൽ നിന്ന് സോണിപത്ത്, പാനിപ്പത്ത്, കുരുക്ഷേത്ര, അംബാല, ലുധിയാന, ജലന്ധർ, പത്താൻകോട്ട് അങ്ങനെ ജമ്മുവിലേക്കുള്ള ദൂരം ഏകദേശം 600 കിലോമീറ്ററാണ്. ട്രാഫിക്, കാലാവസ്ഥ എന്നിവ ആശ്രയിച്ച് ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ എടുക്കും ജമ്മുവിലെത്താൻ. NH44 നല്ല ഗുണനിലവാരമുള്ള ഹൈവേയാണ്. ഭൂരിഭാഗം സ്ഥലങ്ങളിലും മികച്ച റോഡ് കവറേജാണുള്ളത്. ഈ വഴിയുള്ള യാത്ര ഒരേ സമയം അതിശയകരവും സാഹസികവുമായ ഒരു അനുഭവമാണ്. ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് യുദ്ധഭൂമി, മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധഭൂമി, പട്ടുവസ്ത്രങ്ങൾക്ക് പ്രശസ്തമായ വ്യാപാര കേന്ദ്രം അംബാല, പഞ്ചാബിലെ വ്യവസായ ഹബ്ബുകളായ ലുധിയാന, ജലന്ധർ എന്നിവയെല്ലാം ഞങ്ങളെ കടന്നുപോയി. ഒടുക്കം ഹിമാചൽ ജമ്മു പ്രദേശിലേക്കുള്ള പ്രവേശന കവാടമായ പത്താൻകോട്ട് കടക്കുമ്പോൾ സമയം പാതിര. ഉള്ളിൽ ചെറിയൊരു ഭയം. മഴയും വഴിയിലെ തടസ്സങ്ങളും കാരണം പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ജമ്മുവിലെത്താനായില്ല. വെളുപ്പിന് 2 മണിക്കാണ് ഞങ്ങൾ ജമ്മുവിലെത്തിയത്. അന്ന് ജമ്മുവിൽ തങ്ങി. രാവിലെ ശ്രീനഗറിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ തലേ ദിവസത്തെ മഴയിൽ വഴിയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ കാരണം റോഡ് അടച്ചിരിക്കുന്നു. എന്നാൽ ജമ്മു ഒന്ന് കറങ്ങിയേക്കാം എന്ന് കരുതി. പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്ന് ജമ്മുവിൽ MBA ടൂറിസം പഠിക്കുന്ന സാലിഹ് പറഞ്ഞു. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനമാണുള്ളത്. ശീതകാലത്ത് ജമ്മുവും വേനൽക്കാലത്ത് ശ്രീനഗറും. കാലാവസ്ഥ കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും ജമ്മുവും കാശ്മീരും വളരെ വ്യത്യസ്തമാണ്. ജമ്മുവിലെ ഒരു പാർക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓൺലൈനിൽ അറിയിപ്പെത്തിയത്. ജമ്മു ശ്രീനഗർ റോഡ് തുറന്നിരിക്കുന്നു. ഞങ്ങൾ വേഗം വണ്ടി ശ്രീനഗറിലേക്ക് തിരിച്ചു. ജമ്മുവിൽ നിന്ന് ശ്രീനഗർ വരെയുള്ള റോഡ് ട്രിപ്പ് മനോഹരമായ ഹിമാലയൻ പർവ്വതനിരകളിലൂടെ കടന്നു പോകുന്ന അതിമനോഹരമായ യാത്രയാണ്. മൊത്ത ദൂരം ഏകദേശം 300 കിലോമീറ്റർ ഉണ്ടാകും. യാത്രാസമയം റോഡിൻ്റെ അവസ്ഥ, കാലാവസ്ഥ, ട്രാഫിക് എന്നിവ ആശ്രയിച്ച് 7 മുതൽ 9 മണിക്കൂർ വരെ എടുക്കും. ജമ്മു, ഉധംപൂർ, പട്നിടോപ്പ്, റംബാൻ, ബാനിഹാൽ, കാജിഹുണ്ട, അവന്തിപ്പോര, ശ്രീനഗർ ഇതാണ് റൂട്ട്. ഹിമാലയൻ പർവ്വതനിരകൾ മുറിച്ചു കടക്കുന്ന ആകർഷമായ ദൃശ്യങ്ങൾ ക്യാമറ ഒപ്പിയെടുത്തു. മണ്ണിടിച്ചിൽ കാരണം പലയിടത്തും ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് വണ്ടികൾ തിരിച്ചുവിടുന്നത്. ഏകദേശം 3 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു. രാത്രിയായതോടെ കാഴ്ചകൾ മങ്ങിത്തുടങ്ങി. രാത്രി 9 മണിയോടെ ഞങ്ങൾ ഹോട്ടലിലെത്തി. തിരിച്ചു വരുമ്പോൾ റോഡ് യാത്രയുടെ ഭംഗി ആസ്വദിക്കാം എന്ന ആശ്വാസത്തോടെ യാത്രാക്ഷീണത്തിൽ പെട്ടെന്നുറങ്ങിപ്പോയി.
കൂടുതൽ കാശ്മീർ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.